പിന്നെ നമ്മുടെ ലീലാകൃഷ്ണ സാറ്, അദ്ദേഹം ഒരു കാലത്ത് എല്ലാ പൂരപ്പറമ്പിലും പിന്നെ കഥാപ്രസംഗമൊക്കെ പറഞ്ഞു നടക്കുന്ന ആളാണ്. അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിലെ വളയംകുളത്തെ കൊഴിച്ചങ്ങാട്ടുകളിൽ ഒരു കൊല്ലം ഇതുപോലെ കഥാപ്രസംഗം ഉണ്ടായി. പറമ്പ് നിറയെ ആൾക്കാരാ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടു മാഷ് പിന്നാക്കം നോക്കി ആനതാ വരുന്നു ഓടിക്കോളൂന്നൊരു വാക്ക്. എത്ര ആൾക്കാർ നീട്ട് ഓടിയെന്നോ, കുട്ടികളുടെ കൈ പിടിച്ച് നീട്ട് ഓടിയണേ. നോക്കുമ്പോ അവരവരുടെ കുട്ടികളൊന്നല്ല, ഏതോ കുട്ടികളുടെ കൈ പിടിച്ചിട്ടാ ഓടുന്നത്. എന്താ ആനയുടെ ഓടി വരുന്നത്? ആടല്ല, ആനയുടെ. പിന്നെ പേടിക്കാതിരിക്കാന്നൊരു സംഭവമാണ്. ഈ ലീലാകൃഷ്ണന്റെ പേര് കേട്ടെനിക്കാന്നാ പറഞ്ഞത്. സത്യം പറയാ, ഇത് വലിയൊരു ഭാഗ്യ. നേരിട്ടൊരു ബോധം. ശരിയായ ആന ആയിരുന്നില്ല വാസ്തവത്തിൽ. കഥയിലൊരു നാടകീയ രംഗം അങ്ങനെ അവതരിപ്പിച്ച. അപ്പൊ തലേ ദിവസം എവിടെയോ ആന ഓടിയ വാർത്ത ഉണ്ടായിരുന്നുകൊണ്ടാണ് ആളുകൾ എഴുതിയിട്ട് ഓടിയത്. പിന്നെ ആളുകളെ ഇത് യഥാർത്ഥ ആനയല്ല ഓടിയത്, കഥയിലെ ആനയാണ് ഓടിയത്, ആരും പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ഓടിയവരെ തിരിച്ചു കൂട്ടേണ്ടി വന്നു. അത് വളരെ വർഷം അത് 40 വർഷത്തിന് മുമ്പുള്ളൊരു കാര്യം. സന്തോഷം അത് ഓർത്തത് വലിയ സന്തോഷം. സാറിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ ആനയാണ് മനസ്സിലായി. ഒരുപാട് സന്തോഷം. കുറെ കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ കഥകളൊക്കെ ഓർത്തെടുക്കായിരുന്നു, കുറെ കഥകളൊക്കെ വീണ്ടും പറയായിരുന്നു. നമുക്കത് കേട്ടൊക്കെ എൻജോയ് ചെയ്യായിരുന്നു.